അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരുപാട് ആളുകൾ നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന, അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന, ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് വീട്ടിലെ ദാരിദ്ര്യം മാറാൻ, ഭർത്താവിന്റെ കടം വീടാൻ, ഐശ്വര്യമുണ്ടാകാൻ, വീട്ടിൽ സമാധാനമുണ്ടാകാൻ ഏതാണ് ഓതേണ്ടത്, എന്താണ് ചൊല്ലേണ്ടത് എന്ന് ചോദിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട്. കടം കൊണ്ട് പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരുപാട് ആളുകളുണ്ട്. മനോഹരമായ വീടുണ്ട്, പക്ഷെ വീട്ടിൽ സമാധാനവും സന്തോഷവും റാഹത്തുമില്ല. ഇങ്ങനെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുഭാഗങ്ങളിലുണ്ട്, നാട്ടിലുണ്ട്, കൂട്ടത്തിലുണ്ട്, കുടുംബത്തിലുണ്ട്. എല്ലാവർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും ധാരാളം ചൊരിഞ്ഞു കൊടുക്കട്ടെ. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലിമൂ നിസാഅക്കും, നിങ്ങളുടെ പെണ്ണുങ്ങൾക്ക്, നിങ്ങളുടെ ഭാര്യമാർ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക സൂറത്തുൽ വാഖിഅ. വാഖിഅ സൂറത്ത് നിങ്ങൾ നിങ്ങളുടെ പെണ്ണുങ്ങൾക്ക്, ഭാര്യമാർക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. എന്തേ കാരണം? ഫഇന്നഹാ, തീർച്ചയായും സൂറത്തുൽ വാഖിഅ സൂറത്തുൽ ഗിന, ഐശ്വര്യത്തിന്റെ സൂറത്താണ്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ ഉലമാക്കള് നമ്മെ പഠിപ്പിക്കുന്നു, ഒരാള് തന്റെ വീട്ടിൽ സൂറത്തുൽ വാഖിഅ വീട്ടിലുള്ള എല്ലാവരും ഓതിയാൽ ആ വീട്ടിൽ ഒരിക്കലും ദാരിദ്ര്യം കൊണ്ട് അള്ളാഹു പരീക്ഷിക്കൂല, പണത്തിനൊരു ബുദ്ധിമുട്ടും ആ വീട്ടിൽ കൊടുക്കൂല. ആ വീട്ടിൽ നല്ല സന്തോഷമുള്ള, സമാധാനമുള്ള, റാഹത്തുള്ള ജീവിതം ഉണ്ടാകും. ഒരു 5 മിനിറ്റ് നമ്മുടെ വീട്ടിൽ എല്ലാ ദിവസവും സൂറത്തുൽ വാഖിഅ ഓതാൻ സമയം കണ്ടെത്തിയാൽ ആ വീട്ടിൽ ഒരിക്കലും സാമ്പത്തിക പ്രയാസം ഉണ്ടാകൂല. മുത്തനബിയാ പറഞ്ഞത്, അത് സൂറത്തുൽ ഗിന, ഐശ്വര്യത്തിന്റെ സൂറത്താണ്. മറ്റൊരു ഹദീസിൽ കാണാം, സൂറത്തുൽ വാഖിഅ സൂറത്തുൽ ഗിന, സൂറത്തുൽ വാഖിഅ സൂറത്തുൽ ഗിന, അത് ഐശ്വര്യത്തിന്റെ സൂറത്താണ്. ഫഖറഊഹ, അത് നിങ്ങൾ ഓതുക. വഅല്ലിമു ഔലാദക്കും, നിങ്ങളുടെ മക്കൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുക. നിങ്ങളും ഓതണം, നിങ്ങളുടെ മക്കൾക്കും അത് പഠിപ്പിച്ചു കൊടുക്കണം. മറ്റൊരു ഹദീസിൽ കാണാം, മൻ ഖറഅ സൂറത്തുൽ വാഖിഅ ഫീ കുല്ലി ലൈലത്തിൻ, സൂറത്തുൽ വാഖിഅ ഓതാൻ ഏറ്റവും നല്ല സമയം ഏതാണ്? മൻ ഖറഅ സൂറത്തുൽ വാഖിഅ ഫീ കുല്ലി ലൈല, എല്ലാ രാത്രിയിലും ഇശാ മഗ്രിബിന്റെ ഇടയിൽ, അതാണ് ഏറ്റവും നല്ല സമയം. ഖുർആൻ ഓതാൻ ഏറ്റവും നല്ല സമയമാണ് ഇശാ മഗ്രിബ്. മഗ്രിബ് നിസ്കരിച്ച് ഇശാഇന്റെ ഇടയിലുള്ള സമയമാണ് ഖുർആൻ ഓതാൻ, ദിക്റുകൾ ചൊല്ലാൻ, സ്വലാത്ത് ചൊല്ലാൻ, ഔറാദുകൾ ചൊല്ലാൻ ഏറ്റവും നല്ല സമയം. രാത്രിയിൽ ഒരാൾ സൂറത്തുൽ വാഖിഅ ഓതിയാൽ ലം തുസിബുഹു ഫാഖത്തുൻ അബദ, ഒരിക്കലും അവനിക്ക് ദാരിദ്ര്യം വരൂല. ലം തുസിബുഹു ഫാഖത്തുൻ അബദ, ഒരിക്കലും ജീവിതകാലത്ത് അവന്റെ ജീവിക്കുന്ന കാലത്തോളം, ജീവിതകാലം മുഴുവനും ദാരിദ്ര്യത്തിൽ നിന്നല്ലാഹു അവനെ രക്ഷപ്പെടുത്തും. ദാരിദ്ര്യം എന്നുള്ളത് നാം നിസ്സാരമായി കാണേണ്ട ഒരു വിഷയമല്ല. മഹാന്മാര് ദാരിദ്ര്യത്തെ കുറിച്ച് പറഞ്ഞത് കിതാബുകളിൽ കാണാം. ഗസാലി ഇമാം പറഞ്ഞത്, കാതൽ ഫഖ്റു അയ്യകൂന കുഫ്റ, ചിലപ്പോൾ ദാരിദ്ര്യം അത് കുഫറിലേക്ക് നമ്മെ എത്തിക്കും. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ദാരിദ്ര്യത്തെ പേടിക്കണം.
ദാരിദ്ര്യത്തെ നിങ്ങൾ ഭയപ്പെടണമെന്ന് മഹാന്മാരെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആകൾ, റസൂലുള്ളാഹി പതിവാക്കിയ ദുആകൾ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഫഖ്രി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വഅഊദു ബിക മിനൽ ഫഖ്ർ. പടച്ചവനെ, ദാരിദ്ര്യത്തിൽ നിന്ന് എന്നെ നീ കാക്കണമെന്ന് റസൂലുള്ളാഹി എപ്പോഴും ദുആ ചെയ്തിട്ടുണ്ട്. അപ്പൊ ദാരിദ്ര്യത്തെ നാം പേടിക്കേണ്ട ഒരു വിഷയമാണ്. അത് നമ്മെ കുഫറിലേക്ക് എത്തിക്കും. അള്ളാഹു കാക്കട്ടെ. അപ്പൊ ദാരിദ്ര്യം എന്നുള്ളത് പണം നമ്മുടെ കയ്യിലില്ലാത്ത ഒരു അവസ്ഥക്ക് മാത്രമല്ല ദാരിദ്ര്യം എന്ന് പറയുന്നത്. ചില ആളുകൾക്ക് മനോഹരമായ നല്ല വീടുണ്ടാകും, പണവും ഉണ്ടാകും, പക്ഷെ ആ വീട്ടിലൊരു സമാധാനം ഉണ്ടാവില്ല. അത് ദാരിദ്ര്യമാണ്. അപ്പൊ സാമ്പത്തികമായി, ശാരീരികമായി എല്ലാ നിലക്കും നമുക്ക് സന്തോഷം ഉണ്ടാകണം. പണം മാത്രം ഉണ്ടായാൽ പോരാ, വീട്ടിൽ സമാധാനം ഉണ്ടാകണം, റാഹത്ത് ഉണ്ടാകണം, രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടണം, ബുദ്ധിമുട്ടുകളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, സങ്കടങ്ങളിൽ നിന്ന്, കാലമുസീബത്തുകളിൽ നിന്ന് നാം രക്ഷപ്പെടണം. അപ്പൊ അതിനൊക്കെ പരിഹാരം സൂറത്തുൽ വാഖിയാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു രോഗിയായി കിടക്കുന്ന സമയത്ത് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ പോയ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ, അദ്ദേഹത്തിലേക്ക് പെൺകുട്ടികൾ മാത്രമായിരുന്നു, 4-5 പെണ്ണുകുട്ടികളുണ്ടായിരുന്നു. അവസാനം വരുന്ന സമയത്ത്, നിങ്ങളുടെ പെൺകുട്ടികൾക്ക് എന്തെങ്കിലും ഞാൻ നിങ്ങളുടെ മരണശേഷം ചെയ്തു കൊടുക്കാം, അവരുടെ ജീവിത മഈശത്തിന് വേണ്ടി ജീവിക്കാൻ അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വേണ്ട മഹാനായ ഉസ്മാൻ തങ്ങളെ, ആവശ്യമില്ല, അവർക്ക് ദാരിദ്ര്യം എത്തുമെന്ന് ഞാൻ പേടിക്കുന്നില്ല, ഞാൻ ഭയപ്പെടുന്നില്ല. കാരണം എന്റെ നേതാവ്, എന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, മൻ ഖറഅ സൂറത്തുൽ വാഖിയ ഫീ കുല്ലി ലൈലത്തിൻ ലം തുസിബ്ഹു ഫഖത്തൻ അബദാ. സൂറത്തുൽ വാഖിയ ഒരാൾ തന്റെ വീട്ടിൽ എല്ലാ രാത്രിയും ഓതുകയാണെങ്കിൽ ഒരിക്കലും ആ വീട്ടിൽ അവന്റെ ജീവിതത്തിൽ ദാരിദ്ര്യം കൊണ്ട് അല്ലാഹു പരീക്ഷിക്കൂല. എന്റെ പെൺകുട്ടികള്, എന്റെ പെൺമക്കൾ എല്ലാ ദിവസവും വീട്ടിൽ സൂറത്തുൽ വാഖിയ ഓതുന്നു, അതുകൊണ്ട് അവർക്ക് ദാരിദ്ര്യം എത്തും എന്നുള്ളൊരു ഭയം, പേടി എനിക്കില്ല. എന്റെ മരണത്തിന്റെ ശേഷം അവരുടെ ജീവിതം, അവരുടെ മഈശത്ത് അല്ലാഹു നോക്കിക്കൊള്ളും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ വാഖിയ നമ്മുടെ ജീവിതം രക്ഷപ്പെടുത്തുന്ന, നമ്മെ ഐശ്വര്യത്തോടുകൂടെ സമ്പന്നത ആഗ്രഹിക്കുന്നവര്, ഇഷ്ടപ്പെടുന്നവര് സൂറത്തുൽ വാഖിയ ജീവിതത്തിൽ പതിവാക്കണം. കടമുള്ളവര് പതിവാക്കണം. ജീവിതത്തിൽ എല്ലാവിധ പ്രയാസങ്ങളും, ജീവിതത്തിലെ എല്ലാവിധ ക്ലേശങ്ങളും, എല്ലാവിധ ബുദ്ധിമുട്ടുകളും, സങ്കടങ്ങളും, ടെൻഷനുകളും, പ്രതിസന്ധികളും അല്ലാഹു മാറ്റിത്തരും. സൂറത്തുൽ വാഖിയ മുടങ്ങാതെ ഓതാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. സൂറത്തുൽ വാഖിയയുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ധാരാളം ഐശ്വര്യം അല്ലാഹു ചൊരിഞ്ഞു തരട്ടെ. ധാരാളം ഖൈറുകളും ബർക്കത്തുകളും അല്ലാഹു നൽകട്ടെ. എല്ലാവിധ ദാരിദ്ര്യത്തിനും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. കടം വീടാനുള്ള വഴികൾ അല്ലാഹു തുറന്നു തരട്ടെ. കടത്തോടുകൂടെ കടം ബാക്കിയാക്കി അല്ലാഹു നമ്മളെ പെട്ടെന്ന് മരിപ്പിക്കാതിരിക്കട്ടെ. മരണസമയത്ത് കാമിലായ ഈമാൻ അല്ലാഹു നമുക്ക് നൽകട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഒരാളുടെ മുമ്പിലും കൈ നീട്ടാതെ, യാചിക്കാതെ, അന്തസ്സോടെ, ഇസ്സത്തോടെ ജീവിക്കാനുള്ള വലിയ തൗഫീഖ് നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ജീവിക്കാൻ ആവശ്യമായ സമ്പത്ത്, പണം അല്ലാഹുവിന്റെ ഖജനാവിൽ നിന്ന് അല്ലാഹു നമുക്ക് വാരിക്കോരി നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.